ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ പണത്തിൻ്റെ ഫ്ലോ എന്തുകൊണ്ട് കുറഞ്ഞു പോകുന്നു. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും എവിടേക്കോ ഒരു സ്റ്റക്ക് ഫീലിംഗ് ഇല്ലേ? അതായത് പണത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിൽ സ്റ്റക്കായിട്ടുള്ള 5 ബ്ലോക്കുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മാനസികമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന മിക്ക ആളുകളെയും തടഞ്ഞു നിർത്തുന്ന ചില മാനസികമായ തടസ്സങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. നമ്മുടെ വളർച്ചയെ പിന്നോട്ട് വലിക്കുന്ന ഈ 5 തരം ചിന്തകളെ കുറിച്ചാണ് ഇന്ന് വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേതാണ് പണം ഒരു മോശം കാര്യമാണ്. പണമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം. പഴയ സിനിമകളിലും കഥകളിലുമെല്ലാം നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു വാചകമാണിത്. പണമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം. നമ്മൾ ശരിക്കും ഈ ആശയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കരുതുന്നു വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിനെക്കുറിച്ച് പറയാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് എന്നതിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ പറയാം. പണം കാരണം നമുക്ക് ഒരുപാട് തവണ വേദനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ പണമില്ലാത്തത് കൊണ്ട് ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പണത്തിന് വേണ്ടി മാത്രം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരായേക്കാം. ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ എന്തിനാണ് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നത്? നമ്മുടെ വയറ് നിറയ്ക്കാൻ, അല്ലെങ്കിൽ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാൻ. ഇവിടെ നമ്മൾ ഒരു കാര്യത്തിന് നിർബന്ധിതരാകുന്നു. ഇങ്ങനെ നിർബന്ധിതരാകുമ്പോൾ പണത്തിന് വേണ്ടി നാം അടിമകളെ പോലെ പണിയെടുക്കുകയാണെന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. ഈ ഒരു ചിന്തയിൽ നിന്നാണ് പണം ഒരു തിന്മയാണെന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നത്. മോശം കാര്യങ്ങളെ ആർക്കാണ് വേണ്ടത്? അതുകൊണ്ട് തന്നെ എത്ര പണം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഉപബോധ മനസ്സിൽ നമ്മൾ പണത്തോട് വേണ്ട എന്ന് പറയുകയാണ്. പണത്തോടുള്ള ഈ സ്നേഹവും വെറുപ്പും കലർന്ന ബന്ധം തുടരുന്നത് കൊണ്ടാണ് നമുക്കെപ്പോഴും സാമ്പത്തികപരമായ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരുമിച്ച് ഈ ചിന്താഗതിയെ മനസ്സിൽ നിന്ന് മാറ്റാം. പണം മോശം കാര്യമാണെന്ന ചിന്ത നമ്മുടെ സിസ്റ്റത്തിൽ ഇനി അങ്ങോട്ടില്ല. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തേത്, പണം പരിമിതമാണ്. പണം എല്ലാവർക്കും കിട്ടില്ല എന്ന ചിന്ത. പലരുടെയും മനസ്സിലുള്ള രണ്ടാമത്തെ വലിയ തടസ്സമാണിത്. പണം വളരെ കുറവാണ്, ലോകത്തുള്ള എല്ലാവർക്കും അത് കിട്ടാൻ സാധ്യതയില്ല. ഇതൊരു വലിയ തെറ്റായ വിശ്വാസമാണ്. നിങ്ങൾ ചുറ്റും നോക്കൂ, പണം എവിടെയാണ് ഇല്ലാത്തത്? ബാങ്കുകളിലുണ്ട്, വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലുണ്ട്, സമ്പന്നരായ വ്യക്തികളുടെ കൈകളിലുണ്ട്. പണം എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ പണം നമ്മുടെ വീട്ടിലൂടെ കടന്നു പോകുന്നില്ല എന്നതാണ്. പണത്തിന് നമ്മളിലൂടെ പോയാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. എന്നാൽ പണം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും പുറത്തേക്ക് പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്, അല്ലേ? പണം കുറവാണ് എന്ന് വിശ്വസിക്കുന്നവർ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു പിസയുടെ കഷ്ണം അല്ലെങ്കിൽ ഒരു കേക്കിൻ്റെ കഷ്ണം മുറിക്കുന്നത് പോലെയാണ്. ഞാനൊരു കഷ്ണം എടുത്താൽ എൻ്റെ സുഹൃത്തിന് കിട്ടാനുള്ള ആ ഒരു പീസ് കുറയും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പണം ഉണ്ടാക്കുമ്പോൾ മറ്റൊരാൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ചിന്ത തെറ്റാണ്. പണം ഒരു ഒഴുകുന്ന നദി പോലെയാണ്. അതൊരു സ്ഥലത്ത് കെട്ടിക്കിടക്കുകയല്ല. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. നിങ്ങൾ 3 കൂട്ടുകാരുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അധികമായി 50,000 രൂപ വീതം സമ്പാദിച്ചു. നിങ്ങൾ ആ പണം അടുത്ത സുഹൃത്തിന് ഒരു ബിസിനസ് ആവശ്യത്തിന് നൽകുന്നു. അയാൾ അത് അടുത്ത സുഹൃത്തിന് നൽകുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ 50,000 രൂപ നിങ്ങൾ 3 പേർക്കിടയിലൂടെയും കറങ്ങുകയാണ്. ആ പണം ആർക്കും നഷ്ടപ്പെടുന്നില്ല. ഇതിൻ്റെ അർത്ഥം ഇതാണ്: പണം എത്രത്തോളം ഒഴുകി നടക്കുന്നുവോ അത്രത്തോളം എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാവും. പണം കെട്ടിക്കിടക്കുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ട് ഈ നിമിഷം മുതൽ പണം കുറവാണ് എന്ന ചിന്തയെ നമുക്ക് വിട്ടുകളയാം. നമ്മളും ഈ പണത്തിൻ്റെ ഒഴുക്കിൽ പങ്കുചേരുമ്പോൾ ജീവിതത്തിൽ വലിയ സാമ്പത്തിക സമൃദ്ധി നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇനി മൂന്നാമത്തേതാണ്, പണക്കാരനാകണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ഉപേക്ഷിക്കണം എന്നുള്ള ചിന്ത. പണക്കാരനാകാൻ എല്ലാം ഉപേക്ഷിക്കണം, ഒരുപാട് കഷ്ടപ്പെടണം, ഉറക്കമുളയ്ക്കണം, അങ്ങനെ പല ചിന്തകളും നമ്മൾ കേൾക്കാറുണ്ട്, അല്ലേ? ഈ ചിന്തകളെല്ലാം ശരിയാണോ? അല്ല. പണം വരുന്നത് പണത്തിൻ്റെ എനർജി ശരിക്കും ആസ്വദിക്കുന്നവരുടെ അടുത്തേക്കാണ്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് തന്നെ നോക്കൂ. അവിടെ 2 തരം ആളുകളുണ്ടാകും. അതിലൊന്നാമത്തെ ആളുകളാണ് ജോലിയെ ഒരുപാട് ആസ്വദിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നവർ. എന്നാൽ രണ്ടാമത്തവർ ജോലിയെ വെറുക്കുകയും എങ്ങനെയെങ്കിലും സമയം തീർത്തു പോവുകയും ചെയ്യുന്നവരാ. ശരിയല്ലേ? നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കണമെങ്കിൽ
നിങ്ങൾ ചെയ്യുന്ന ജോലിയെ നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യണം. കാരണം പണത്തെ ബഹുമാനിക്കുന്ന, അതിനെ സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്തേക്കാണ് അത് ഒഴുകിയെത്തുന്നത്. നിങ്ങൾ വെറുപ്പോടെ ജോലി ചെയ്യുമ്പോൾ പണത്തിന് നിങ്ങളോട് ഒട്ടും ഇഷ്ടം തോന്നില്ല. ഇനി 4-മത്തേത്, പണമുണ്ടാക്കാൻ എനിക്ക് ബുദ്ധിയില്ല, പഠിച്ചവർക്കേ പണം കിട്ടൂ എന്ന ഭയം. പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ള ആളൊന്നും അല്ല, വലിയ കോളേജിലൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിയുമെന്ന്. ഉയർന്ന വിദ്യാഭ്യാസം നേടിയ പലരും മറ്റൊരാൾക്ക് വേണ്ടി ഒരു സാധാരണ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ പോകുന്നു. എന്നാൽ കുറഞ്ഞ വിദ്യാഭ്യാസം മാത്രമുള്ള ചിലർ വലിയ ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കുന്നു, അല്ലേ? അതായത് പണം വരുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മൂല്യം നൽകുന്നവരുടെ അടുത്തേക്കാണ്. നിങ്ങൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ മിടുക്കരാണോ? നിങ്ങൾ നല്ല വീടുകൾ പണിയുന്നതിന് കഴിവുള്ള ആളാണോ? നിങ്ങൾ മറ്റൊരാളുടെ പ്രശ്നങ്ങൾ ക്ഷമയോടെ കേൾക്കുന്നതിൽ നല്ല വ്യക്തിയാണോ? എങ്കിൽ ആ ആളുകൾക്ക് അവരുടെ സേവനങ്ങൾക്ക് പണം ലഭിക്കും. അതുകൊണ്ട് സ്കൂളിൽ കിട്ടുന്ന മാർക്കോ സർട്ടിഫിക്കറ്റുകളോ അല്ല, മറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള നിങ്ങളുടെ കഴിവും അഭിനിവേശവുമാണ് ഇവിടെ പ്രധാനം. ഇനി 5-മത്തേത്, പണം ആളുകളെ മോശമാക്കുന്നു. അതായത് പണക്കാരൊക്കെ സ്വാർത്ഥന്മാരാണെന്ന ചിന്ത. ഇതുവരെ പറഞ്ഞ പോലെയല്ല, ഇതൊരു സത്യമുള്ള വിഷയമാണ്. കാരണം പണം വന്നപ്പോൾ ചീത്തയായി മാറിയ ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവാം, അല്ലേ? അതുകൊണ്ട് ഈ ചിന്തയെ നമുക്ക് 100% തള്ളിക്കളയാൻ കഴിയില്ല. എന്നാലും കൂട്ടുകാരെ, ഒരാളെ മോശമാക്കുന്നത് പണമല്ല, പണവുമായി അവർ സ്ഥാപിക്കുന്ന ബന്ധമാണ് അവരെ മോശമാക്കുന്നത്. ഇതിനു വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ധാരാളം പണം കിട്ടിയെന്ന് വെക്കാം. നിങ്ങളുടെ മനസ്സിൽ മുൻപ്, അതായത് പണം കിട്ടുന്നതിന് മുൻപ് തന്നെ സ്വാർത്ഥതയുണ്ടെങ്കിൽ പണം വരുമ്പോൾ നിങ്ങൾ കൂടുതൽ സ്വാർത്ഥന്മാരാകും, അല്ലേ? എന്നാൽ നിങ്ങൾ ദയയും സ്നേഹവും ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടുതൽ പണം കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അങ്ങനെയല്ലേ? അപ്പോൾ ഇവിടെ പണമാണോ പ്രശ്നം? അതായത് പണം നമ്മുടെ സ്വഭാവത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചിന്തയെ നമുക്ക് മാറ്റി എഴുതാം. എനിക്ക് പണവും സമ്പാദിക്കാം, അതിനോടൊപ്പം ഒരു നല്ല വ്യക്തിയായി തുടരുകയും ചെയ്യാം. അപ്പോൾ ഈ 5 വിശ്വാസങ്ങളെയും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിമറിക്കാൻ ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം പുതിയ ഒരു തലത്തിലേക്ക് ഉയരും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്